ശതമാനം മന്ത്രി 30,000 ചെട്ടി വെക്കുന്നുണ്ടെങ്കിൽ ഇനി പറയും GST വരുന്നുണ്ടെങ്കിൽ 30,000 അവിടെ വരുന്നു. ക്ലസ്റ്ററിലേക്ക് വരാൻ എനിക്കുണ്ടായിരുന്ന തീരുമാനം കിട്ടിയല്ലോ. ഇനി എന്തെങ്കിലും ബാക്കിയുണ്ടോ ഉണ്ടെങ്കിൽ ഞാൻ അതിന് മറുപടി പറയും. ഞാൻ പറഞ്ഞു പ്ലസ് ടു വന്നാൽ ഇത് പുറത്താവും. നിങ്ങൾ പ്ലസ് ടുലേക്ക് ഒന്ന് മാറിയാൽ ഈ തലവേദന തീർന്നു. നമ്മുടെ ബിസിനസ് ഇപ്പൊ GST വളരെ സിമ്പിളായ കുറച്ച് കാര്യങ്ങൾ നിങ്ങളുടെ മിസ്റ്റേക്ക് വരുന്നത്, ഏറ്റവും മിസ്റ്റേക്ക് വരുന്നത് ഒന്ന് സേവിങ്സ് അക്കൗണ്ട് കറക്കാതെ ചെയ്യാം. നാളെ പോയി മാറ്റേണ്ട കാര്യം വേറെ തന്നെ ചോദിക്കും. കോളത്തിൽ കൊടുക്കുന്നത് മൊത്തം ക്യാഷ് കാണിക്കുള്ളൂ, ഇതിൽ കാണിക്കും ചെലവാകും. ക്യാഷായിട്ട് ചിലവാക്കും, അല്ലാണ്ട് ചിലവാക്കും. ഗൂഗിൾ പേയിലെ സ്പെൻഡിങ് കൂട്ടിയാൽ തന്നെ GST വരും, ഇൻകം ടാക്സ് വരും. വേറൊരാള് ഈ അടുത്ത നോട്ടീസ് പറയാം. ഒരാള് നോട്ടീസ് വന്നു, ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാനായിട്ട് കാരണം കാണിക്കും. ഒരു പാവങ്ങളുടെ റിട്ടേൺ ഇൻകം ടാക്സ് റിട്ടേൺ ചെയ്യാനായിട്ട് കാരണം കാണിക്കും. അയാൾ പോയി അയാൾക്ക് സാലറി ഇൻകം ടാക്സ് താഴെ ഉള്ളൂ. എങ്ങനെ എന്തിനാ ടാക്സ് വെറുതെ തന്നെ വിളിച്ചത്? അവർ തിരിച്ച് വേറെ സാധനം കാണിച്ചു. എന്നാ അറിയോ, ഇയാള് മാസം 35,000 രൂപ കാറിന് EMI ഉണ്ട്. നല്ലൊരു കാർ വാങ്ങിച്ചു 35,000 രൂപ മാസം EMI അടക്കുന്ന ഒരാളുടെ മാസ വരുമാനം എത്രയായിരിക്കും? നമുക്ക് അവിടെ നിൽക്കണം. എത്രയായിരിക്കും? 1,00,000 രൂപ വരുമാനമില്ലാത്തവരൊക്കെ 35,000 EMI കൊടുക്കാൻ പറ്റില്ല. കാറോ വീടോ എത്തോ? അപ്പൊ 12 ലക്ഷം ലാബ് 4-5 ലക്ഷം ലാബ് കിട്ടിയോ? ഇങ്ങനെ എവിടെയെങ്കിലും പോയി ഇരുന്ന് വേണ്ടാവും. പണ്ട് കോപ്പറേറ്റ് ചെയ്തിട്ട് ഒരു സമാധാനം. ഇപ്പം അല്ലാതെ ഞാൻ നിങ്ങൾ പറയുന്നത് ഇപ്പൊ ഇവിടെ ഇൻകം ടാക്സ് വാടകയ്ക്ക് കിട്ടിയ കേസറിന്റെ ചുറ്റി വെക്കുന്നുണ്ട്. അത് കൊടുക്കുക ലോൺ എടുത്ത് വെക്കുന്നില്ല. ചുറ്റി വെക്കുന്നത് 30,000 മാസം 30,000 ചുറ്റി വെക്കുന്നുണ്ടെങ്കിൽ സാറിന്റെ മന്ത്രി അറ്റ്ലീസ്റ്റ് അതിനേലും വേണ്ടേ? മന്ത്രി 30,000 ചുറ്റി വെക്കുന്നുണ്ടെങ്കിൽ ഇനി പറയും GST വരുന്നുണ്ടെങ്കിൽ 30,000 അവിടെ വരുന്നു. ബിസിനസ്മാനാണ്, ലോണില്ല. അപ്പൊ എന്താ ബിസിനസ് ഇൻകം അതൊന്നും കേബിൾ ടിക്കറ്റ് വരുമാനം ചെറിയ സമയമൊന്നും ഓടിച്ചു പോയത്. ഇപ്പൊ ഏതാണ്ട് GST ഇല്ലാത്തത് കൊണ്ട് ക്ലസ്റ്ററിലേക്ക് വരാൻ എനിക്കുണ്ടായിരുന്ന തീരുമാനം കിട്ടിയല്ലോ. ഇനി എന്തെങ്കിലും ബാക്കിയുണ്ടോ ഉണ്ടെങ്കിൽ ഞാൻ അതിന് മറുപടി പറയും. നാളെ ടാക്സ് അടുത്ത് നേരിൽ പോയിട്ട് സത്യമായിട്ട് സംഭവിച്ച കാര്യങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ പറഞ്ഞിട്ട് എന്നാലേ അതിന്റെ റിട്ട് ചെയ്യാൻ പറ്റും. സത്യമായി പറയണം, ഇല്ലെങ്കിൽ അത് ചെയ്യാൻ കഴിയില്ല. കാരണം നമ്മളിൽ പകുതി കൊണ്ടുപോയി ക്യാഷ് ഈ ക്യാഷ് പോയത് EMIയിലേക്ക് ചെട്ടിക്കും. അതിലേക്കല്ല അവർക്ക് വന്നാൽ ഇത് കിട്ടും. അതുകൊണ്ട് ഇതുവരെ വന്നില്ല. ഞാൻ കണ്ട 1000 നോട്ടീസ് അയച്ചിരിക്കുന്നത് 2017 ചെയ്ത നാട്ടിലേക്ക് വന്നിരിക്കുന്നത് 2024 അതിനു മുന്നേ കറക്റ്റ് ചെയ്യും. 20 ലക്ഷം രൂപയുടെ മുകളിൽ ബിസിനസ് ട്രാൻസാക്ഷൻ നടക്കുന്ന ഒരാൾ GST രജിസ്ട്രേഷൻ എടുത്ത് GST പിടിച്ചടച്ചില്ല. ഒരു വർഷം 20 ലക്ഷം. അപ്പൊ ആ 20 ലക്ഷം കേബിൾ TV മാത്രമല്ല നോക്കുന്നത്. നമ്മൾ ടോട്ടൽ ഇൻകം ഒരു ബിസിനസ്സുകാരന്റെ ബാങ്ക് അക്കൗണ്ടിൽ വരുന്ന എല്ലാ പൈസയും ബിസിനസ് ഇൻകം, അല്ലെങ്കിൽ അത് ലോണായിരുന്നു. ശരിയല്ലേ? അതായത് സാറിന് ഇപ്പോൾ GST കൂടുന്നെങ്കിൽ കൊല്ലത്തൊരു സ്ഥാപനമുണ്ട്, ഡൽഹിയിൽ ഒരു സ്ഥാപനമുണ്ട് വെച്ചു. ഇത് രണ്ടും ഒന്ന് ABCയും ഒന്ന് എക്സൈസും. GST രണ്ടിനും കൂടി ഒരുമിച്ചാണ് 20 ലക്ഷം. സർവീസിന് മറ്റേ 40 ലക്ഷം. ക്ലിയർ ആയല്ലോ? രണ്ടും കൂടെ ഒരുമിച്ചാണ്. അപ്പൊ നമുക്ക് രജിസ്റ്റർ ചെയ്യാത്ത ബിസിനസ് ഉണ്ടെങ്കിൽ 1000 വരുന്ന ബാങ്കും GST ആണ്. സ്വർണം പണയം വെക്കുന്നത് സ്വാഭാവികമായിട്ട് നമ്മുടെ കയ്യിലുള്ള അസറ്റ് പണയം ക്യാഷ് വരുന്നതാണ്. അത് ഇക്കല്ല, അത് ഡെപ്റ്റാണ്, ലോണാണ്. അതിന്റെ സോഴ്സ് ഉണ്ട്. ആ സ്വർണം കുറെ അധികമായാൽ ഇത് എവിടെ നിന്ന് വന്നാൽ ചോദിക്കും. പക്ഷെ അധികം ചോദിക്കില്ല. കാരണം വളരെ നേരത്തെ ഈ റെക്കോർഡും കാര്യങ്ങളൊന്നും ഇല്ലാത്ത സ്വർണ്ണമുള്ള ആൾക്കാരായിരിക്കുമല്ലോ കല്യാണത്തിന്റെ സമയത്ത്. അത് അവർക്ക് അസറ്റ് ചെയ്ത് കണ്ടുപിടിക്കാനോ നമുക്ക് പിന്നിൽ കൊടുക്കാനോ ഒന്നും സ്കോപ്പില്ല. പക്ഷെ ഗോൾഡ് ഇപ്പൊ വന്നപ്പോൾ അവിടെ നമ്മൾ ചോദിക്കും ബാങ്ക് അല്ലെങ്കിൽ ചെക്ക് വേണം. ശരിയല്ലേ? ഗോൾഡ് വാങ്ങിച്ചാൽ ബാങ്ക് വാങ്ങിക്കില്ലേ? ബാങ്ക് അറിയിക്കും. നിങ്ങൾ ബാങ്ക് അറിയിക്കും. നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ ക്യാഷ് ട്രാൻസാക്ഷൻ കൊടുക്കുമ്പോൾ? പറഞ്ഞവരാരുണ്ടോ? ഇതുവരെ പറഞ്ഞില്ല. ബാങ്കിൽ ഇങ്ങനെ ഒരു പരിപാടി ഉണ്ടോ, നമ്മൾ പറയാണ്ട് ഇൻകം ടാക്സ് നിങ്ങൾ അറിയിക്കുന്നുണ്ടോ എന്ന് നാളെ മാനേജറോട് ചോദിച്ചു. ബാങ്ക് അവരെ അറിയിക്കുന്നുണ്ട്.
ഇൻകം ടാക്സ് ഗൂഗിൾ പേയിലെ ലേറ്റസ്റ്റ് വന്നത് ഞാൻ റിസർച്ച് ഗൂഗിൾ പേയിൽ എക്സ്പെൻസ് GST ഇൻകം ടാക്സ് ഇല്ല. എക്സ്പെൻസ് ഗൂഗിൾ പേ അടിക്കുന്നത് ഒരു മാസം 1 ലക്ഷം രൂപയാണ്. കല്യാണത്തിന് ജലത്തിൽ ഒറ്റയടിക്ക് 1 ലക്ഷം, ഒരു പ്രശ്നം ഇയാൾക്കില്ല, ലോൺ കൊടുത്തില്ല. എന്താ അർത്ഥം? ഇനി ഇൻകം ബാങ്കിൽ വേറെ വരുന്നില്ല. അപ്പൊ നിങ്ങൾ സ്പെൻഡിങ് നോക്കിയാൽ കിട്ടിയതിനേക്കാൾ കൂടാൻ പാടില്ല. അപ്പൊ ചോദിക്കുമ്പോൾ എവിടെ കിട്ടി പൈസ? ക്ലിയർ അല്ലേ? ഇത്തരം കാര്യങ്ങളെ എങ്ങനെയാണ് പ്ലസ് ടു ഹെൽപ്പ് ചെയ്യാം എന്ന് ഞാൻ പറഞ്ഞു. പ്ലസ് ടു വന്നാൽ ഇത് പുറത്താവും. നിങ്ങൾ പ്ലസ് ടുലേക്ക് ഒന്ന് മാറിയാൽ ഈ തലവേദന തോന്നും. നമ്മളെ ബിസിനസ് ക്ലാസ് ചെയ്തു പ്ലസ് ടു GST അറിയാം. ഇനി വരുന്ന ഇൻകം GST വരില്ല. അതെന്തായാലും പറ്റും. വേറെ കുറേ ഇൻകം സ്ഥലത്തിന് കച്ചവടം വരുന്നത് ആയിരിക്കും. പിന്നെ അതിനെ കൂടെ 10 ലക്ഷത്തിന് താഴെയാണ് കുഴപ്പമില്ല. ഈ ഇൻകം നമ്മളടുത്ത് പോയി ക്ലസ്റ്റർ വേറെയാണ് GST. അത് ക്ലിയറാണ്. അപ്പ് ചെയ്യുന്നത് ഓണർഷിപ്പ് ക്ലസ്റ്ററിൽ പോകുന്നില്ല എന്ന് പറഞ്ഞ സാധ്യത. നിങ്ങൾ ഇതിൽ ഇരിക്കുന്നവരെല്ലാം കേരള മിഷന്റെ ഷെയർ ഹോൾഡേഴ്സ് അല്ലേ? ആണല്ലോ. ഒന്ന് സങ്കല്പിക്കുക, കേരള മിഷൻ GST അടച്ചിട്ടില്ല, അല്ലെങ്കിൽ PF അടച്ചില്ല. PF എല്ലാം അടച്ചിട്ടില്ല. എന്താ പ്രശ്നം അറിയാം? നോൺ ബെയിലബിൾ ഒഫൻസ്. ബെയിൽ കൊണ്ടിരിക്കും, ജാമ്യം എടുക്കാം. PF ഒക്കെ അടച്ചിട്ടില്ല. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടല്ലോ. കേരള മിഷൻ PF അടച്ചില്ല, അല്ലെങ്കിൽ GST അടച്ചില്ല. നിങ്ങൾ ഷെയർ ഹോൾഡേഴ്സാണ്. നിങ്ങൾ ചെയ്ത് കൊണ്ടുവരും. കൊണ്ടുവരും. ആര് കൊണ്ടുവരും? യെസ്, ആര് കൊണ്ടുവരും? ഡയറക്ടേഴ്സ് കൊണ്ടുവരും. അവിടെ രാവിലെ എന്താണ് അത് കഴിഞ്ഞാൽ അത് ROC അറിയിക്കുന്നുണ്ട് സെക്രട്ടറി. അപ്പൊ അവരെ പിന്നെ ആരാന്ന് വെച്ചാൽ ഇന്ത്യ ഗവൺമെന്റ് നിങ്ങളുടെ ഈ കമ്പനി ലീഗലി നിയമപ്രകാരം നിയമം തെറ്റിക്കാതെ നടത്താൻ ചുമതലപ്പെട്ട ഉദ്യോഗസ്ഥരാണ് ഡയറക്ടർ റെസ്പോൺസിബിലിറ്റി എന്നൊരു സാധനമുണ്ട് കമ്പനീസ് ആയിട്ട്. ടാക്സ് അടക്കാതെ ചെയ്യുക, കസ്റ്റമർ നോക്കുക, സപ്ലയർ ക്രെഡിറ്റ് വരാതിരിക്കുക. അപ്പോൾ നമുക്കെതിരെ കമ്പനിക്കെതിരെ ഒരു കേസോ അല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു പ്രശ്നം വന്നാൽ ഷെയർ ഹോൾഡേഴ്സിന് എന്താ ചെയ്യാനുള്ളത്? AGM വിളിച്ചിട്ട് അവരെ ചിലപ്പോൾ എന്തുകൊണ്ട് അടിച്ചിട്ട് എന്തുകൊണ്ട് ചെയ്തില്ല നമ്മളെ പണിയത് ജയിലിലായതുകൊണ്ട് ഡയറക്ടറാണ്. റിസ്ക്കുള്ള പണിയാണ് ഡയറക്ഷൻ. ഇനി ഞാൻ നിങ്ങളോട് ചോദിക്കാം അടുത്ത ചോദ്യം. ഞാൻ നിങ്ങളുടെ വിഷയത ക്ലസ്റ്ററിൽ നിങ്ങൾ ഓണർഷിപ്പിൽ പ്രശ്നമാണ് പറഞ്ഞത്. നമ്മൾ മലയാളികളുടെ നിങ്ങൾ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എല്ലാവർക്കും അറിയാം. ജിയോയിൽ ഷെയർ എടുക്കില്ല. സ്റ്റോക്ക് എക്സ്ചേഞ്ച് ജിയോ റിലയൻസിലും ഷെയർ വാങ്ങിച്ചു നമുക്ക് ഡിപ്പോസിറ്റ്. നിങ്ങൾ അതിന്റെ ഷെയർ വാങ്ങിച്ചാൽ 50,000 ഇയർസിലേക്കോ ഷെയർ വെച്ച് വാങ്ങിക്കാൻ പറ്റും. ഷെയർ നിങ്ങൾക്ക് വേണ്ട, അമ്പാനിക്ക് പറയാൻ പറ്റുമോ? ബൈബാക്ക് ആര് തീരുമാനിക്കണം? വേണ്ടേ? നമ്മൾ വിറ്റാലല്ലേ കിട്ടുള്ളൂ. ചിലർക്ക് സംശയങ്ങളുണ്ടോ? ചിലർക്ക് ഡിജിറ്റൽ ഉണ്ട്, ചിലർക്ക് അനലോഗ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ പോയിട്ടപ്പോൾ എങ്ങനെയാണ് ഷെയർ ഉണ്ടാക്കുക? ഇതൊരു വാല്യൂഷൻ മെത്തേഡ് ഷെയർ കമ്മിറ്റി റെഡി ആക്കിയിട്ടുണ്ട്. അത് നമ്മൾ പരിഷ്കരിക്കുന്നുണ്ട്. അത് ഞാൻ പറയുന്നത് ശരിയല്ല. അവർ തന്നെ നിങ്ങൾ അനുസരിക്കണമെന്ന് പറഞ്ഞിട്ടില്ല, നിങ്ങൾക്ക് ഒരു മാർക്കറ്റിലേക്ക് തരും. അങ്ങനെയാണ് പറഞ്ഞത്. അതുകൊണ്ട് ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല. അത് വരുമ്പോൾ അത് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് പറ്റും, എന്നെ വിളിക്കാം. അതുപോലെ ന്യൂ കണക്ഷൻ വരുമ്പോൾ എന്ത് പറ്റും? ന്യൂ കണക്ഷനിൽ ഇതേപോലെ പെർസെൻറ്റേജ് വരും. കാരണം ഈ ന്യൂ കണക്ഷൻ കൊടുക്കുന്നത് കമ്പനിയാണ്. നിങ്ങൾ ക്ലസ്റ്റർ ഉണ്ടാക്കിയിട്ട് അതിനകത്ത് വീണ്ടും ഇൻഡിവിജ്വൽ ബിസിനസ് ചെയ്യരുത്. 5 ആൾ ക്ലസ്റ്റർ ഉണ്ടാക്കി എന്നിട്ട് രാവിലെ നോക്കും എൻ്റെ ഏരിയയിൽ എത്രയായി, വീണ്ടും പഴയ ഇരട്ടി പണി തല്ലും പറയും. നേരത്തെ തല്ലും ക്ലസ്റ്റർ ഉണ്ടാക്കി രാവിലെ ചെറിയ എൻ്റെ ഏരിയയിൽ എത്തണം. ഓൾറെഡി ലാഭത്തിലായി ഓപ്പറേറ്റിംഗ് എക്സ്പെൻഡിച്ചർ കണ്ടമാനം കുറയും. ഇപ്പം നിലവിലുള്ള കണക്ഷൻ അതേ വരുമാനം കിട്ടുന്നത് ഞാൻ പറഞ്ഞു. ഇനി വരുന്ന ന്യൂ കണക്ഷൻ്റെ എക്സ്പെൻസ് എവിടെ വരുന്നത് കോമൺ ആണ്. അത് നേരത്തെ ചെയ്തതിൻ്റെ ആളുകളുണ്ടാവും. പ്രോഫിറ്റ് ഒക്കെ കൂടുതലാണ്. അതിന് ടോട്ടൽ സമയമില്ലാത്തതാണ്. അവിടെ നിങ്ങൾ പേഴ്സൻറ്റേജ് കൂട്ടിക്കഴിഞ്ഞാൽ നേരത്തെ കിട്ടുന്നതിനേക്കാൾ വലിയ ലാഭമാണ് നിങ്ങളുടെ പക്കലേക്ക് വരാൻ. ക്ലസ്റ്റർ ഉണ്ടാക്കി വീണ്ടും ഇൻഡിവിജ്വൽ പല ക്ലസ്റ്ററും ഞാൻ കണ്ടിട്ട് അങ്ങനെ ചെയ്യുന്നത് ഒരു പക്ഷേ ഞാൻ ഹാപ്പിയാണ്. ഞാൻ ഹാപ്പി ആവുന്നത് എനിക്ക് ഇഷ്ടമുള്ളത് കേരളത്തിലെ